ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകങ്ങൾ 27-28. പ്രകൃതേഃ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ അഹങ്കാരവിമൂഢാത്മാ കർത്താഹമിതി മന്യതേ തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മവിഭാഗയോഃ ഗുണാ ഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ അഹങ്കാരവിമൂഢാത്മാ കർത്താഹമിതി മന്യതേ തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മവിഭാഗയോഃ ഗുണാ ഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. ഹരേ കൃഷ്ണ. ഭഗവാൻ പറയുകയാണ്, മായാപ്രകൃതിയുടെ സത്വ രജ തമോ ഗുണങ്ങളാണ് എല്ലാത്തരം കർമ്മങ്ങൾക്കും നിദാനമാകുന്നത്. അഹംഭാവത്താൽ മോഹിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവൻ ഇതിന്റെ എല്ലാം കർത്താവ് ഞാൻ തന്നെയാണെന്ന് തെറ്റായി വിചാരിക്കുന്നു. മഹാബാഹുവായ ഭർത്ത ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും തത്വം ശരിക്കും ഗ്രഹിച്ചിട്ടുള്ളവൻ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും ഗ്രഹിച്ചിട്ട് വിഷയങ്ങളിൽ ആസക്തനാകുന്നതേയില്ല. നല്ലതും ചീത്തയുമായ സകല പ്രവൃത്തികൾക്കും അടിസ്ഥാനം ത്രിഗുണങ്ങളാണ്. അഹങ്കാരം കൊണ്ട് സ്വബോധം നഷ്ടപ്പെട്ടവൻ എല്ലാത്തിന്റെയും ബാധ്യത സ്വയം ഏറ്റെടുക്കുന്നു. മായയിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടാകുന്നു. മായയാകട്ടെ പരമാത്മാവിന് അധീനയായി പ്രവർത്തിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ സകലതിന്റെയും കർത്താവാകുന്നത് ഈശ്വരൻ മാത്രമാകുന്നു. ശരീരത്തെയും പ്രത്യേകിച്ച് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെ കൂടിയും ഭൗതിക സുഖഭോഗങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്ന വ്യക്തി അഹങ്കാരത്താൽ എല്ലാത്തിന്റെയും കർത്താവ് ഞാൻ തന്നെ എന്ന് കരുതിപ്പോകുന്നു. ഗുണകർമ്മ വിഭാഗങ്ങളുടെ യാഥാർത്ഥ്യം ഗ്രഹിച്ചിട്ടുള്ള ഒരു ജ്ഞാനി പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശമാണ് താനെന്ന് വിവേചിച്ചറിയുന്നു. അയാൾ സുഖങ്ങൾ അനുഭവിക്കുമെങ്കിലും ഒരിക്കലും അവയ്ക്ക് അടിമപ്പെട്ടു പോകുന്നില്ല. തന്റെ ഭൗതിക ജീവിതം കൂടിയും പരമാത്മാവിന്റെ നിയന്ത്രണത്തിന് വിധേയമാണെന്ന് മനസ്സിലാക്കുന്ന ജ്ഞാനി ലൗകികവും ക്ഷണഭംഗുരവുമായ സുഖങ്ങളിലൊന്നും ആസക്തനായി പോകുന്നില്ല. നമുക്ക് ഇതിന്റെ വാക്കർത്ഥം കൂടി ഒന്ന് നോക്കാം. പ്രകൃതേഃ ഗുണൈഃ, പ്രകൃതിയുടെ ഗുണങ്ങളാൽ, സർവശഃ കർമാണി, എല്ലാ പ്രകാരത്തിലും കർമ്മങ്ങൾ, ക്രിയമാണാനി ചെയ്യപ്പെടുന്നു, അഹങ്കാര വിമൂഢാത്മാ, അഹങ്കാരം കൊണ്ട് മൂഢനായവൻ, അഹം കർത്താ ഇതി, ഞാനാണ് കർത്താവ് എന്ന്, മന്യതേ വിചാരിക്കുന്നു, മഹാബാഹോ, മഹാബാഹുവായ അർജുന, ഗുണകർമ്മ വിഭാഗയോഹോ, ഗുണാനുസാരിയായ കർമ്മവിഭാഗങ്ങളുടെ, തത്വവിത് തു, തത്വം അറിയുന്നവനാകട്ടെ, ഗുണാഹ ഇന്ദ്രിയങ്ങൾ, ഗുണേഷു ഇന്ദ്രിയ സുഖങ്ങളിൽ, വർത്തന്തേ ഇതി മത്വ, വർത്തിക്കുന്നു എന്ന് കരുതിയിട്ട്, ന സജ്ജതേ സക്തനാകുന്നില്ല. ഹരേ കൃഷ്ണ.